പ്രകടനങ്ങൾ നടക്കുന്നില്ല, ഫ്ലക്സുകൾ എടുത്തു മാറ്റുന്നു. അപ്പോൾ അച്ചടക്കം പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തീരുമാനം ഇങ്ങനെ വൈകും തോറും അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡിന് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഷാഡോ നിരീക്ഷകരൊക്കെ കൃത്യമായൊരു ചിത്രം എന്താണ് ജനവികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ടാകും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിലവിൽ എന്താണ് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ? ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ജിൽസി, ഇതിനകത്ത് ചർച്ചകൾ കേരളത്തിലുള്ള നേതാക്കന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് ചർച്ച നടക്കുന്നില്ല എന്നതാണ് വസ്തുത. അവർ എല്ലാ തീരുമാനവും സോണിയാഗാന്ധി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം അതിന് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയം വന്ന് ഏതാണ്ടൊരു 7 ദിവസം കഴിയുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ പ്രശ്നം പാർട്ടിക്കുള്ളിലും അണികൾക്കിടയിലും ഘടകകക്ഷികൾക്കിടയിലും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അധികം സമയം എടുക്കില്ല എന്നുള്ള പഴയ പ്രസ്താവനകൾ, നേതാക്കന്മാരുടെ പഴയ പ്രസ്താവനകൾ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഓടുന്നുണ്ട്. എന്തായാലും ഈ 3 പക്ഷ നേതാക്കന്മാരും ഒരേ രീതിയിലുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എല്ലാ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവില്ല. ഇപ്പോൾ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടി താൻ പറഞ്ഞ 100+ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്റെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. രണ്ടാമത് കെ സി വേണുഗോപാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ കെ സി വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണയുണ്ട്. ഹൈക്കമാൻഡ് അത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് MLA-മാരുടെ പിന്തുണ അത് ധനസംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പൈസ ഈ സ്ഥാനാർത്ഥികൾക്ക് പൈസ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എങ്കിൽ പോലും MLA-മാരുടെ കൂടുതൽ പിന്തുണ അദ്ദേഹത്തിനാണ് ഉള്ളത്. അദ്ദേഹത്തിന് ലാൻഡ് ചെയ്യുക, കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. എങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീടുള്ളത് RC ആണ്, രമേശ് ചെന്നിത്തലയാണ്. RC-യുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ MLA-മാരുടെ എണ്ണം നോക്കാതെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതുകൊണ്ട് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും മാറേണ്ടി വന്നു. ഇത്തവണ ഭരണം കിട്ടിയ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ തനിക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഈ 3 പേര് മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി സൂചിപ്പിക്കാം ജിൽസി. ഇതിനകത്ത് സാമുദായിക സമവാക്യങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ്. ഇവർ 3 പേരും ഒരു മന്ത്രിസഭയിലേക്ക് വരികയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇവർ കൈകാര്യം ചെയ്യുമോ എന്നുള്ള തീരുമാനമെടുക്കുമോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് മറ്റേതെങ്കിലും സാമുദായിക സമവാക്യങ്ങൾക്ക് കാരണമാകുമോ? അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നു. എന്തായാലും ഈ 3 പേരുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ 3 പേർക്കും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഇതിനകത്ത് പ്രശ്നം നിലനിൽക്കുന്നത് 23-ാം തീയതി വരെ സമയമുള്ളൂ എന്ന് പറയുന്നത്. ഇനി 12 ദിവസം മാത്രമേ ഉള്ളൂ. കേരള നിയമസഭയുടെ 15ാം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ വേണ്ടി നിയമസഭ പിരിച്ചുവിട്ട് കഴിഞ്ഞു. അതിനു മുമ്പ് സത്യപ്രതിജ്ഞ മന്ത്രിമാരടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇവർ തീരുമാനമെടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ പോലും. ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് ഇതിനകത്ത് വലിയ അതൃപ്തി നിലനിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയ ജനവിധി കിട്ടിയിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും ആ ഘടകകക്ഷികൾക്ക് ഉണ്ട്. അത് ലീഗ് മാത്രമല്ല, RSP അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾക്കും അതുണ്ട്. അത് പരസ്യമായിട്ട് അവർ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതിനിടയിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഘടകകക്ഷികൾ കൂടി പറഞ്ഞ് അത് വഷളാക്കേണ്ടതില്ല എന്നുള്ള നിലപാട് കൊണ്ടാണ് ഇനി അണികൾ തെരുവിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ആരെ മുഖ്യമന്ത്രിയാക്കിയാലും അതിന് എതിർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ഒന്ന് എങ്ങനെങ്കിലും ഒന്ന് പാച്ച് ചെയ്ത് ഒന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരുക്കുക എന്നൊരു കൂളിംഗ് പീരീഡ് അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. ആ കൂളിംഗ് പീരീഡ് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ജിൽസി. യെസ്, അത് തന്നെയാണ്. അപ്പോൾ എത്ര ദിവസം ഈ കോളിംഗ് പീരീഡ് നിലനിൽക്കും അല്ലെങ്കിൽ എപ്പോഴും ഈ തീരുമാനം ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴും ആകാംക്ഷയായി തന്നെ തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് എന്ത് തീരുമാനമെടുക്കും? 3 നേതാക്കളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക? അത് മറ്റുള്ളവർ കൃത്യമായി തന്നെ അംഗീകരിക്കുമെന്ന് കൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. ഇനി